ഇന്ത്യൻ ഫുട്ബോളിലെയും ഇന്ത്യൻ സൂപ്പർ ലീഗിലെയും ചില കഥകൾക്ക് ഒരിക്കലും ഒരു മാറ്റമില്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആധിപത്യത്തിനും സെർജിയോ ലൊബേറയുടെ സമീപനത്തിനും ഒന്നും ഒരിക്കലും ഒരു മാറ്റമില്ല. അതുതന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികളെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് രണ്ട് വിദേശ താരങ്ങളെ അവരുടെ നിലവിലെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കെട്ടിയെടുത്തുകൊണ്ട് വന്ന ബ്രസീലിയൻ താരം പുറത്തേക്ക് തന്നെയാണ് എന്നുള്ള സൂചനകൾ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ പരിശീലകനായ ചുമതല എടുത്തതോടുകൂടി സെർജിയോ ലൊബേറയ്ക്കും തന്റെ സമീപനത്തിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ല. ലൊബേറയും തന്റെ പഴയ സിസ്റ്റം അതേപടി തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെർജിയോ ലൊബേറ തന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട മധ്യനിര താരമായിട്ടുള്ള ഹ്യൂഗോ ബോമസിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. മറ്റൊരു ക്ലബ്ബിൽ അത്യാവശ്യം സക്സസ്ഫുൾ പൊസിഷനിൽ തന്നെയാണ് ഇപ്പം ഹ്യൂഗോ ബോമസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും എല്ലായ്പ്പോഴും സെർജിയോ ലൊബേറയുടെ ഏറ്റവും വിശ്വസനായിരുന്നു. അദ്ദേഹം ഗോവയുടെ പരിശീലകനായിരിക്കുന്ന സമയത്തും മുംബൈ സിറ്റിയുടെ പരിശീലകനായിരിക്കുന്ന സമയത്തും എന്തിനേറെ ഒഡീഷയിലേക്ക് പോകുന്ന സാഹചര്യത്തിലും എല്ലായ്പ്പോഴും തനിക്കൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്ന താരമായിട്ടുള്ള ഹ്യൂഗോ ബോമസിനെ മോഹൻ ബഗാനിലേക്ക് തിരികെ എത്തിക്കാൻ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിനെ കുറ്റം പറയാനൊന്നുമില്ല. ഹ്യൂഗോ ബോമസ് എത്രയായാലും ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ്. ആ ബോമസിനെ തിരികെ കൊണ്ടുവരാൻ സെർജിയോ ലൊബേറ ആഗ്രഹിക്കുന്നുണ്ട്. മോഹൻ ബഗാന്റെ കരുത്ത് ഒന്നുകൂടി വർദ്ധിക്കും. ചില ആളുകൾ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് സത്യം. ഈ വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. നമ്മൾ പതിയെ സെറ്റാക്കും അല്ല.